ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് മുക്കം ഫെസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കാണാത്തവർ കാണട്ടോ, കണ്ടവർ കാണണം നിർബന്ധമില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ എത്തിയത്. ഇത് ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഞായറാഴ്ചയാണ് നമ്മൾ ഒഴിവുള്ള ദിവസം വന്നത്. പക്ഷേ നല്ല തിരക്കായിരുന്നു അന്ന്, സൺഡേ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് 100 രൂപയായിരുന്നു. ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി ഒരുപാട് വെറൈറ്റി മീനുകളെ കണ്ടിട്ടാ. പക്ഷേ പേരുകൾ ചിലതൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ചിലത് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അധികത്തിൻ്റെയും ഒന്നോ രണ്ടൊക്കെ പേരറിയണേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്ക് പേരറിയാത്തതാണ്. അപ്പോൾ ഒരുപാട് മീനുകളുണ്ട്. പിന്നെ എൻ്റെ ഒരു കയ്യിൽ ഇയ്യാത്തും ഒരു കയ്യിലും ഫോണുമാണ് കേട്ടോ. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടക്ക് അങ്ങനെയൊക്കെ എടുത്ത വീഡിയോ ആണ്. ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കണേ. കണ്ടോ ആൾക്കാർ ഇതിങ്ങനെ സിഗ്സാക്ക് അങ്ങനെയാണ് കേട്ടോ ഉള്ള മീൻ്റെത്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇവിടെ കൂടെ അപ്പുറത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് വളഞ്ഞ് പോകുമ്പോൾ ഒരു സൈഡിലുള്ള മീൻ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക. അതൊക്കെ കണ്ടോ, അതൊന്നും അനങ്ങാണ്ട് കിടക്കുക. കുറേ മീനുകൾ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞ് ബേബി ഷാർക്കിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. മക്കൾക്ക് കുറേ മീനിനെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഈ യാത്തുവിനെ കാണാഞ്ഞിട്ട് ഓൾ എടുക്കണം എന്ന് പറഞ്ഞ് കുറച്ചോളം എടുത്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കൂടെയൊക്കെ വീഡിയോ എടുത്ത് ചെയ്യുക. പിന്നെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സ്പീഡിൽ പോകാനും കഴിയുന്നില്ല, കാരണം മുന്നിലൊക്കെ ആൾക്കാരാണല്ലോ. പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ അടുത്ത് പോയി വീഡിയോ എടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. പിന്നെ അതാ ഫോട്ടോ എടുക്കുന്ന ഈ മീൻ കണ്ടോ, കുഞ്ഞ് ഒരുപാട് ഈ മീനുണ്ടായിരുന്നു കേട്ടോ, കളർ മീനുകൾ. ഇതിനെ കണ്ടിട്ട് ഉമ്മ ഇതിന് വാങ്ങാൻ, നമുക്ക് വീട്ടിൽ വളർത്താൻ നല്ല ഭംഗിയുണ്ട് ഉമ്മ വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ വീട്ടിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ല. പിന്നെ അവിടെ വിൽപ്പന ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ആൾ ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ മക്കളെ മാത്രം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ അടുത്തിട്ട്. ഇതൊരുപാടുണ്ടായിരുന്നു കുഞ്ഞ് പല കളർ, കളർ കോഴി കുട്ടികളൊക്കെ ഓർമ്മ വരും. പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ കണ്ടോ, ഒന്നായിട്ട് നമ്മളെ കർവ് രൂപത്തിൽ 2 സൈഡിലും ഗ്ലാസ്സായിട്ട് ഒന്നായിട്ട് മീനായിട്ടോ. ഈ മീനുകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇവിടെ ഇതായ മീനുകളൊന്നും അധികത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇവിടെ നിന്നൊക്കെ ഒന്ന് സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ മുന്നിൽ കുറച്ച് ഒഴിവുണ്ടാകുമ്പോൾ നമ്മളൊന്ന് സ്പീഡിൽ പോകാൻ നോക്കും, കാരണം ഇതിൻ്റെ അടുത്ത് ചൂടാണല്ലോ. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ചൂടും കൂടും. അപ്പോൾ വിയർക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മുന്നത്തെ ആൾക്കാർ ഇങ്ങനെ മെല്ലെ നീങ്ങുന്നതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാനും കഴിയുന്നില്ല. അപ്പോൾ ഇതാ കണ്ടോ, വലിയ പല മീനുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താ എനിക്കറിയില്ല. ഇത് കണ്ടു, ഇതൊക്കെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വരുന്നതുകൊണ്ട് അപ്പുറത്തുള്ള ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കുഞ്ഞ് ഷാർക്കുകൾ കേട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ വാങ്ങുന്ന മീനാണെന്നൊക്കെ തോന്നിപ്പോയി എനിക്ക്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ. ഒരുപാട് വെറൈറ്റി മീനുകൾ. പിന്നെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ, പിന്നെ നമുക്കും കാണാൻ പറ്റിയും കാണാത്ത ഒരുപാട് മീനുകളെ കണ്ടു. ഇതാണ് അവസാനം 2 ആമകൾ. പിന്നെ എൻ്റെ വീട്ടിലെ കുളത്തിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കുറേ സ്റ്റാളുകളാണ്. അത് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെയും സ്റ്റാളുകൾ, ജ്വല്ലറിൻ്റേത്, ഇങ്ങനെ എന്തോ ഫയർഫോഴ്സിൻ്റെ അതോ റെസ്ക്യൂ ടീമിൻ്റേത്, പിന്നെ ഡെൻ്റൽ ഇതിൻ്റേത്, അത് കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് എത്തിയപ്പം ഭയങ്കര കോഴികളുടെയും ഇതിൻ്റെയൊക്കെ മണം ഉണ്ടായിരുന്നു കേട്ടോ. കിളികളുടെയൊക്കെ എലിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പിന്നെ പലതരം കോഴികളുണ്ട്. പിന്നെ അവിടെയൊക്കെ ആളുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. കണ്ടോ മുകളിൽ ലവ് ബേർഡ്സൊക്കെ ഇങ്ങനെ പറന്ന്, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ പറക്കുന്ന കാണാൻ, അങ്ങോട്ടൊരു കൂട്ടം അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും. പലതരം കിളികളുണ്ടായിരുന്നു, കോഴികളുണ്ടായിരുന്നു, പിന്നെ എലികളുണ്ടായിരുന്നു, പിന്നെ പാമ്പുണ്ടായിരുന്നു കേട്ടോ. പാമ്പ് കഴുത്തിൽ മേലിങ്ങനെ ഇട്ട് കിടക്കുന്ന പാമ്പിൻ്റെ. പക്ഷേ അങ്ങോട്ട് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ മെല്ലെ ആ സൈഡിൽ പോകാണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് കോഴികളും
ഇതൊക്കെ കിളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും സ്റ്റാളുകൾ തന്നെ, ഇതാ ബ്രൈഡൽ പിന്നെ മുക്കത്ത് പുതിയ വേദിക വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരസ്യം. പിന്നെ അച്ചാറുകൾ, വെറൈറ്റി തരം അച്ചാറുകൾ ടേസ്റ്റ് വെക്കാൻ തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ ഒരു കയ്യിൽ ഇല്ലാത്തൊരു കയ്യിൽ ഫോണും, കൈ വിട്ടാൽ അവൾ വിട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പലതരം മിറർ, പിന്നെ ഡോറ്, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പുൽത്തൈലം അങ്ങനത്തേത്, പിന്നെ ഫാൻസി സ്റ്റേഷനറി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും പിന്നെ ഒന്നും വാങ്ങാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെല്ലാം ജസ്റ്റ് കണ്ടു. പിന്നെ റേറ്റും പുറമുള്ളതിനായിട്ട് കുറച്ചൊരു കൂടുതലുണ്ടായിരുന്നു ചിലയിടത്തൊക്കെ കേട്ടോ. പിന്നെ എനിക്കാകെ ഒരു പിന്നെ ലാഭമായിട്ട് തോന്നിയത് ബാഗിൻ്റെ കട മാത്രം കേട്ടോ. 200-250 റേറ്റിനാണ് ബാഗെന്ന് പറഞ്ഞു. പക്ഷേ ജസ്റ്റ് നോക്കി വാങ്ങിയിട്ടില്ല. അതൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൂവ് ആർട്ടിഫിഷ്യൽ പൂവാണ്, അതൊക്കെ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ കുഞ്ഞിയാണ് നമ്മളെ കൂടെ വന്നതിന്. അവനൊരു ഗ്ലാസ്സിൽ എന്തോ ഇതാക്കിയിട്ടുള്ള ഇത് വാങ്ങി. പിന്നെ നമ്മൾ വേറെ ഒന്നും കാര്യമായിട്ട് വാങ്ങിയിട്ടില്ല. അവിടെയൊക്കെ ചൂടെടുത്തിട്ട് അധികം നിൽക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലൊക്കെ ഫാൻസിയൊക്കെ കണ്ടാൽ ഞാൻ ഒരു വിധം അവിടെയൊക്കെ നിൽക്കും. എനിക്ക് ഫാൻസി പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവില്ലേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫാൻസിയിലൊക്കെ പോയാൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കാണാൻ, സാധനങ്ങളൊക്കെ കാണാൻ അതൊരുവിധം ലേഡീസിനൊക്കെ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ പലതരം മുഖംമൂടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ മക്കളൊക്കെ ചൂടെടുത്തിട്ടാണ് തോന്നുന്നത് ഒന്നും വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. കരഞ്ഞിട്ടൊന്നും ഇവിടുന്ന് ഇല്ലായിരുന്നു. ചൂടുകൊണ്ട് മോള് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തെത്തിയാലും നമ്മൾ വാങ്ങി. ചെരുപ്പുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പുകളൊക്കെ കാണാൻ പല മോഡൽ ചെരുപ്പുകളും. ഞാൻ ഒരു ചെരുപ്പിന് റേറ്റ് ചോദിച്ചു. പിന്നെ നമ്മൾ യാത്രന് വേണ്ടിയിട്ട് അതിന് 250 റേറ്റ് പറഞ്ഞു. പിന്നെ നമ്മൾ വാങ്ങിയില്ല. കണ്ടോ കുഞ്ഞി ചെരുപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു മണമായിരുന്നു കേട്ടോ. അത്തറിൻ്റെ മണം. പിന്നെ ഈ തൂക്കിയിട്ടത് ഞങ്ങൾ നാളെ മധുരയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിലൊക്കെ തൂക്കാൻ പറ്റിയ അത്തറുകൾ. പിന്നെ അത് കഴിഞ്ഞ് പഴയകാല മിഠായികൾ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ പഴയകാല മിഠായികളും ഉണ്ട്, പുതിയ ഇപ്പോഴത്തെ മിഠായികളും ഉണ്ട്. പക്ഷേ ഞാൻ പഴയകാല മിഠായികൾ പറഞ്ഞ് വാങ്ങിയതൊന്നും എനിക്ക് ആ പഴയ കാലത്ത് നമ്മൾ കഴിച്ചിന് ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന മിഠായിക്ക് അന്നത്തെ മിഠായിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്നിനും ആ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. പഴയകാല മിഠായി ഞാൻ കണ്ടാൽ വാങ്ങാറുണ്ട്. ഇവിടെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഭയങ്കര ചൂടായിരുന്നു. നമ്മളെങ്ങനെയെങ്കിലും പുറത്തെത്തണം എന്നുള്ള ഒരു ചിന്തായിരുന്നല്ലോ. ഇതാണ് ബാഗുകൾ കേട്ടോ. ബാഗിനാണ് എനിക്ക് ആകെ ഒരു റേറ്റ് കുറവ് കുറച്ചൊക്കെ തോന്നിയത്. കാരണം അവിടെ 200-250 നല്ല ബാഗൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് വാങ്ങണ്ടല്ലോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങി കേട്ടോ. ചെരുപ്പ് വാങ്ങി പിന്നെ ഞങ്ങൾ പുറത്തെത്തിയപ്പോഴൊന്ന് ആശ്വാസമായത് ആ ചൂടുന്ന ആൾക്കാരുടെ കണ്ടോ. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ മുളക് ബജി വാങ്ങി, അവർ ഐസ്ക്രീം വാങ്ങി കേട്ടോ. മുളക് ബജി പിന്നെ പാനിപ്പൂരി, സ്വീറ്റ് കോൺ ഇതൊക്കെ കണ്ടാൽ ഞാൻ ഇവിടെ കണ്ടാലും ഞാൻ വാങ്ങും. അങ്ങനെ ഇത് ജയൻ്റ് വീലും പിന്നെ കുറച്ച് റൈഡുകൾ, കുട്ടികൾക്ക് പറ്റിയ റൈഡുകൾ, എല്ലാത്തിനും 100 ടിക്കറ്റ് കേട്ടോ. അത് കുറച്ച് അധികമായിട്ട് തോന്നി. എല്ലാ റൈഡിനും എനിക്ക് ടിക്കറ്റിൻ്റെ ചാർജ് കുറച്ച് അധികമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ഒരു റൈഡിലും കയറിയില്ല. ആകെ കയറാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഇത് പാനിപ്പൂരി കേട്ടോ. ആകെ ഒരു കുഴപ്പമില്ലാന്ന് തോന്നിയത് ഈ പാനിപ്പൂരിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇതിൻ്റെ പേരെന്തേനു മറന്നുപോയല്ലോ. ഇത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതിന്. പക്ഷേ അവരാരും കഴിച്ചില്ല. കുറച്ചൊക്കെ ഞാൻ കഴിച്ചു, പിന്നെ ഞാൻ കളഞ്ഞു. എനിക്ക് കഴിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ കളഞ്ഞു. കണ്ടോ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റിന് 100 രൂപ എന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങളിവിടെ കയറിയില്ല. കാരണം ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 3 6 ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ജയൻ്റ് വീല് ഇതൊക്കെ രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ലൈറ്റിൽ ഇങ്ങനെ കാണാൻ നല്ല ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. നല്ല ആൾക്കാരുണ്ട്. ഞങ്ങൾ റൈഡിലും കയറില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോഴൊക്കെ സമയം 8 മണി ആയിട്ടുണ്ട്. മക്കൾക്ക് മദ്രസയിൽ പരീക്ഷയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അവിടെ ഉള്ള ഈ കപ്പുകൾ കണ്ടോ, 5 എണ്ണത്തിന് പിന്നെ 100 രൂപ. പക്ഷേ എനിക്ക് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയില്ല. ഇനി വീട്ടിലെത്തിയിട്ട് വീട്ടിലുള്ളവർക്ക് പറ്റുമോയെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഇവിടെ ഫാൻസികളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷമായിരുന്നു ഞങ്ങൾ ഈയത്ത് ചെറുതായെന്നാണ് മുക്കം ഫെസ്റ്റിന് വന്നിരുന്നത്. അപ്പോൾ ഓർമ്മയിൽ മുക്കം ഫെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ 8ാമത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ ഞാൻ മടിച്ചെന്ന് ഇന്നലെ ഒന്ന് അതാ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അവനെ പരീക്ഷയ്ക്ക് പറഞ്ഞയച്ചിട്ട് ഇതാണ് ഈ സാധനം വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് 100 എത്രയോ റേറ്റ് പറഞ്ഞ്. പിന്നെ എനിക്ക് തോന്നി ഒരു കുറച്ചുകൂടി വലുതായല്ലോ, അപ്പോൾ അത് കുഞ്ഞു കുട്ടിയൊക്കെയല്ലേ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിയില്ല. പിന്നെ അവർക്ക് നിന്ന് വാങ്ങിയത് ഒരു പെന്നാണ് കേട്ടോ. പെന്നെല്ലാവർക്കും വാങ്ങി. പിന്നെ അനുവിനും ഐഷുവിനും പിന്നെ മോതിരം പേര് എഴുതിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട്. അവിടെ തിരക്കായിരുന്നു. എല്ലായിടത്തും തിരക്ക് തന്നെയായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. നമ്മൾ മോതിരത്തിന് പേര് എഴുതിയിട്ട് ഇതിന് മുകളിലും തോന്നിട്ടിച്ചിട്ട് അങ്ങനെ ഇതാ മുക്കം ഫെസ്റ്റ് അവസാന ഇതിലേക്ക് നമ്മൾ ലാസ്റ്റിക്കാണ് കേട്ടോ. അത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഇതൊക്കെ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോരാൻ നേരത്ത് തിരക്ക് ഒന്നുകൂടെ കൂടി. ഇയ്യാത്തും അത് വേണമെന്ന് പറഞ്ഞ് ഓരോന്ന് കാട്ടി തരിക. അവിടെ അവൾക്കുള്ള ടോയ്സൊക്കെ തന്നെ കേട്ടോ അതെല്ലാം. പിന്നെ മക്കളാണല്ലോ, ഓരോന്ന് കണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ ഒരു കച്ചറൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് പെന്നിൽ ഞാൻ ഒതുക്കി. നല്ല ഭംഗിയുള്ള വളകളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വാങ്ങണം എന്നൊക്കെ തോന്നി. പിന്നെ വിചാരിച്ച് എന്തിനാ വെറുതെ വാങ്ങിയിട്ടെന്ന്. അവൾക്കും അങ്ങനെ വളയൊന്നും ഇടാറില്ല. പിന്നെ വെറുതെ വാങ്ങി വെച്ചിട്ടല്ല തന്നെ ഒരുപാട് വളയുണ്ട് എൻ്റെ അടുത്ത്. വാങ്ങി വെച്ചത് തന്നെ മുന്നേയൊക്കെയുള്ള. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ അങ്ങ് നോക്കി നിന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഇതൊന്ന് തുറന്നിട്ടാണ് ട്രാക്ക് പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പാട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വലിയ പാട്ടുകാരനൊന്നുമല്ല. എങ്കിൽ പോലും ശബരിമല അയ്യപ്പൻ്റെ ഒരു പാട്ട് പാടി എൻ്റെ വീടിൻ്റെ ഒരു പകുതി ഉണ്ടാക്കിയ ആളാണ് ഞാൻ. വീടിൻ്റെ പകുതി അതിൻ്റെ ശമ്പളം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് അയ്യപ്പൻ്റെ പാട്ട് പാടി. എല്ലാവർക്കും അറിയാം, തുറന്നു നോക്കി അറിയാൻ പറ്റും പണ്ടിട്ട് ശബരിമല. അപ്പോൾ ഇപ്പം ഞാൻ പാടാൻ പോകുന്ന പാട്ടെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്തൊരു പ്രേമം, ഒരു പെൺകുട്ടി ആൺകുട്ടിയും പ്രേമിക്കണമെങ്കിൽ 2-3 ലക്ഷം രൂപ വേണം. എല്ലാ സൗകര്യങ്ങളും വലുത് വേണം, വലിയ സംഭവങ്ങളൊക്കെ അല്ലേ. പണ്ട് അങ്ങനെയല്ല, ഒരു 10-15 വയസ്സുണ്ടെങ്കിൽ. ആക്ടറിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് മറന്നുപോയി. അപ്പോൾ അത് അമ്മാഞ്ഞൊക്കെ ലാസ്റ്റ് ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോക്ക്. അവരെടുത്ത വീഡിയോ കേട്ടോ, അത് മാത്രം. പിന്നെ അത് ഞങ്ങൾ പോയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ എവിടെ ശ്രദ്ധിച്ചില്ല, തിരക്കാരണം എന്തൊക്കെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ ചെടികൾ, ഇതൊക്കെ വിൽപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടികൾ. അങ്ങനെ നമ്മൾ അവസാനം ആയി. ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ എത്താറായി. ഇവിടെ എത്തിയപ്പോഴത്തേന് ഒരു വഴിക്കതിന് ക്ഷീണിച്ച് എല്ലാം കൂടി നല്ല മെല്ലെയാണ് നടക്കുന്നതെങ്കിലും കുറേ നടക്കാനുണ്ട് കേട്ടോ അകത്ത്. അപ്പോൾ ചെറിയ മക്കളെ കുറച്ച് എടുക്കും, പിന്നെ കുറച്ച് അവർ നടത്തും, അങ്ങനെയൊക്കെ ചെയ്യണം.